കപ്പാട്ട എന്നാ കപ്പാട്ട മേടിക്കണവനെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രോഡ്വേയിൽ എറണാകുളത്ത് പോകണമെന്ന് കുറച്ച് ദിവസം മുന്നേ ഒന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ പോകണം, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് എറണാകുളത്ത് പോയാലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നോക്കി നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ ബൈക്കിൽ എറണാകുളത്തോട്ട് പോകാൻ പോവാണ്. ലൊക്കേഷൻ പറഞ്ഞ് ഞങ്ങളിപ്പോൾ വവ്വാക്കാവിലുള്ളത്, കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ നിന്ന് ഞങ്ങൾ നേരെ എറണാകുളം ബ്രോഡ്വേയിലോട്ട് പോവുകയാണ് ബൈക്കിൽ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ബൈക്കിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്രയും അങ്ങനെ ഒരു ഭയങ്കര ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് ഇത്രയും ഒരു ലോങ് ഡ്രൈവും ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നൊരു യാത്ര കൂടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ അവിടെ എത്തി. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തെടുത്താണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ വളരെ സ്ലോ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൽ എനിക്ക് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ ടെൻഷനോ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് എത്ര ആണെന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് അതുകൊണ്ടും എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. ഞാൻ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നതിലൊക്കെ തെറ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, അപ്പോൾ ക്ഷമിക്കുക. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തിയിട്ട് ചായ കുടിക്കാനായിട്ട് കയറി. ഞങ്ങളൊരു 4 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് ബൈക്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പൊറോട്ടയൊന്നും ആയില്ലായിരുന്നു കേട്ടോ, പൊറോട്ടയൊക്കെ ഒരു മാവ് കുഴച്ച് വെച്ചേക്കുന്ന സമയം ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് അല്ലാണ്ട് അവിടെ നിന്ന് പൊറോട്ടയൊക്കെ കഴിക്കായിരുന്നു. പിന്നെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കാഴ്ചകളൊക്കെ നൈറ്റ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് എത്തിയ ഒരു ടൈമാണ്. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പ്. ഞാൻ സാധാരണ എന്നും പറയും വീട്ടിൽ ഈ ഡിസംബർ ആയിട്ട് എന്താണ് തണുപ്പില്ലാത്തത് കേട്ടോ. പെരയ്ക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ തണുപ്പ് അറിയാതിരുന്നത്. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഡിസംബറിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. കിടുങ്ങുന്ന തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു മറൈൻ ഡ്രൈവിൻ്റെ ലൊക്കേഷനിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രോഡ്വേ എത്തുന്നത്. നമുക്ക് ഈ ഹെൽമെറ്റ് വെക്കുന്നൊരു ലോക്ക് വാങ്ങിക്കണം. ഇവിടെ എല്ലാവരും ഹിന്ദി പറയുന്നത്. Due piedi, 250, 250.
അത് 300 350 ഇത് 350 അത് 200. അത് 120 ചെറുതിനോ? ചെറുത് 30 രൂപ, അതിന്റെ മുകളിൽ 50 രൂപ, അതിന്റെ മുകളിൽ 60 രൂപ. ഇതില്ലേ മറ്റേ ഫ്രെയിം ഒക്കെ തൂക്കുന്ന സാധനം, ഇതിന് ബലം കാണോ? ഇത് വേണം, ഇത് മതിയാ. ഇത് ഓയിലിട്ട് വെച്ചിരിക്കും, തുടച്ചാൽ മതി. ചോപ്പിട്ട് തുടച്ച് ഇങ്ങനെ ഇങ്ങനെ കൂട്ടുന്ന സാധനം. ഇതിന് 50 രൂപ, ഇതല്ല 50 രൂപ ചേട്ടാ, ഇതല്ല 50. ഇത് മേടിക്കും, അത് മേടിക്കും. അല്ല ഇല്ല, 350. ഗൂഗിൾ ആ കറങ്ങുന്ന സാധനങ്ങൾ സൂര്യപ്രകാശം അടിക്കും.
സ്റ്റെപ്പായിട്ട് ബോക്സ് കപ്പാട്ട എന്നാ കപ്പാട്ട മേടിക്കണവനെ രണ്ട് മീറ്റർ എത്ര ഉണ്ടോ? മാറ്റി മേടിക്കണം. വേറെ ബാറ്ററി മതി മായുന്നില്ലല്ലോ. ബാക്കി തന്നോ? ഓക്കെ
രാത്രി കാണോ ഇതിന്റെ ഏതാ ഉദ്ദേശിച്ചിട്ടുള്ളത്? രാത്രി പറയുമ്പോ ഇതെല്ലാം നൈറ്റ് എല്ലാം ഈ റെഡിന്റെ ചോദിച്ചത് ഇത് വേണോ 100? 450 രൂപ. അതെന്തോ അതിന്റെ ഒന്നും വേണ്ട. ആൾക്കാർ കംപ്ലൈന്റ് പറയാം റോഡിലൊക്കെ വെച്ചാ. 450 serba. Ini serba 450 nih. Coba. Halo. മേടിക്കണോ എനിക്ക് കണ്ണാടിയൊക്കെ? തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ നേരത്ത് ആലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി നേരം നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമല്ലായിരുന്നു. വീട്ടിൽ ഞങ്ങൾ ഒരു 2:15 ആയിരുന്നു വെളുപ്പിനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. 4 മണിക്കാണ് ഞങ്ങൾ വൈകുന്നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വെളുപ്പിനെ 2:15 ആയപ്പോൾ തിരിച്ചു എത്തി വീട്ടിലെത്തിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള അടുത്ത് കാണാവേ. ടാറ്റാ.